ഞാൻ ചോദിക്കട്ടെ അഭിലാഷ, ബി.ജെ.പിയുടെ കൊടി ഏത് ക്ഷേത്രത്തിലാണ് ഉയർത്തിയത് അഭിലാഷ് കണ്ടിട്ടുള്ളത്? ഒന്ന് പറഞ്ഞ്. ബി.ജെ.പിയുടെ കൊടി കൊടി ഉയർത്തിയിട്ടുണ്ടോ? ഗോപൻ പലതും പറയാം. ഗോപൻ പറഞ്ഞല്ലോ അധികാരിത. ഗോപന്റെ പാർട്ടിയിലെ ദീപു 4 ദിവസം മുൻപ് നടന്ന ചർച്ചയിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. ഓൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ പാടിയ പാട്ടാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കുക, അവിടെ LED വോൾ ആയിക്കോട്ടെ, ബ്ലൈൻഡേഴ്സ് ആയിക്കോട്ടെ, ഷാർപ്പി ആയിക്കോട്ടെ, ഇത്യാദി കാര്യങ്ങളായിക്കോട്ടെ, ഇവർക്ക് തോന്നിയങ്കാവ് പോലെ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് ഇവർക്ക് വിശ്വാസമില്ലെന്ന്. ഇവർ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രോത്സവം എന്ന് പറയപ്പെടുന്നത്, അതിൻ്റെ കമ്മിറ്റിയിൽ കയറി പറ്റുക, ഇത്യാദി കാര്യങ്ങൾ നടത്തുക. ഈ കടക്കിലെ ദേവി ക്ഷേത്രത്തിൻ്റെ ഏരിയ അഭിലാഷിന് നേരിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇപ്പോൾ ദുർഗാദാസ് ആണെങ്കിലും, പ്രശോഭ ആണെങ്കിലും, ജയനാണെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രവീന്ദ്രനാണെങ്കിലും, ഇവരൊക്കെ അവിടെ ഇവരുടെ പാർട്ടി ഗ്രാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു വലിയൊരു പാർട്ടി ഗ്രാമം കൊണ്ടു നടക്കുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഇവർ ക്ഷേത്രത്തിനും കൈകാര്യം ചെയ്യുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ DYFIയുടെ പേരെഴുതിയിട്ടുള്ള ഒരു LED വാളിനകത്ത് അതിൻ്റെ കൊടി വരിക, അതനുസരിച്ച് പാട്ടുകൾ പാടുക. എവിടെ അഭിലാഷ് കേട്ടിട്ടുള്ള ഗാനമേളയ്ക്ക് ഇത്ര കാലമായിട്ട് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് കേട്ടിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ നാഥന എന്നുള്ള പാട്ട് ഇവർ പാടട്ടെ അവിടെ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ഭക്തിഗാനങ്ങളോ പാടട്ടെ. വലിയ മതേതരത്തിൻ്റെ വക്താക്കളാണല്ലോ. അങ്ങനെയൊന്നുമല്ല അഭിലാഷ്. ഇവിടെ വിശ്വാസമില്ലാത്തവരാണ് ഇവരെ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരികളുടെ അടിവസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ കുളിച്ച് ഇറനെടുക്കുന്നവർ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞവരാണ്. ഇവരൊരു കാലഘട്ടത്തിൽ അയ്യപ്പന് കടുക്കാവെള്ളം കുടിപ്പിക്കണമെന്ന് പറഞ്ഞവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രവും ക്ഷേത്ര മൈതാനങ്ങളും ഒക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനത്തിൻ്റെ മണ്ഡലമായി ഉപയോഗിച്ച് അതിലൂടെ ആളുകളെ പിടിച്ചിരുത്തി അവർക്ക് 10 വോട്ട് മേടിച്ചെടുക്കാനുള്ള ഒരു മേഖലയാക്കി മാത്രമാണ്. പിന്നെ ഇവർക്ക് എവിടെ വിശ്വാസം? ഇവർ വിശ്വാസികളല്ലല്ലോ. ഇവർ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രോത്സവങ്ങളെക്കുറിച്ചും ക്ഷേത്രോത്സവ നടത്തിപ്പുകളൊക്കെ ഇവർ പരിപൂർണമായിട്ട് എതിർക്കണമെന്നും അത് അവിടുത്തെ ഫുട്ബോൾ കേന്ദ്രമാക്കണം, ഗ്രൗണ്ടാക്കണമെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രസംഗിച്ച് നടന്നവരല്ലേ. ഇന്ന് അവർ ഉത്സവ കമ്മിറ്റിക്കാരുമായിട്ട് മാറുന്നത് വിശ്വാസികളല്ലാത്ത ഇവർ വിശ്വാസികളുടെ ഇടയിൽ കയറി കൂടി ഇവരുടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ കൊടികളും രാഷ്ട്രീയ ശൈലികളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മളെ പോലെയുള്ള ആളുകൾ ചർച്ച ചെയ്യാൻ. അതങ്ങനെ ആവട്ടെ. എന്റെ ചോദ്യം, ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPM-ന്റെ പതാകകളും ചിഹ്നങ്ങളും ഒക്കെയാണ് ഇവിടെ കടക്കലിൽ കണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവർക്കും നടത്താൻ ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങളുടെ സംഘടനകളുടെ കൊടിയും തോരണവും പ്രചരണവും ഒക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് എന്ന നിലപാട് പറയുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, ക്ഷേത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നടപ്പിലാക്കേണ്ട സ്ഥലമാണ്. അവിടെ വിശ്വാസികളുടെ മൂല്യങ്ങളും വിശ്വാസികളുടെ ആചാരങ്ങളും നടപ്പിലാക്കേണ്ട സ്ഥലം തന്നെയാണ്. ആ ദൈവികമായിട്ടുള്ള ഏറ്റവും വലിയ പുണ്യഭൂമിയായി കാണേണ്ട കാര്യമാണ്. ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളെ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ഏഴായിലക്കത്ത് CPM വരുന്നില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ക്ഷേത്ര പരിസരങ്ങളും പരിപൂർണമായി പരിപാലിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്, ഭംഗിയായി നിലനിർത്തി പോകേണ്ടതാണ്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇവിടെ ഇല്ലല്ലോ. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ കൊടിതോരണങ്ങളും പ്രചരണ സാമഗ്രികളും പ്രചരണവും അമ്പലപ്പറമ്പിൽ വേണോ? വളരെ സ്പെസിഫിക് ആണ്. അല്ലാതെ ആചാരം സംരക്ഷിക്കണോ വേണ്ടോ എന്നൊന്നും അല്ലല്ലോ നമ്മുടെ ചർച്ച. അല്ലെന്ന്, ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് പരിപൂർണമായി രാഷ്ട്രീയങ്ങൾക്ക് CPM ഇപ്പം ചെയ്ത പോലെയുള്ള പേക്കൂത്തുകൾ ചെയ്യാനുള്ള വേദിയല്ലെന്ന് ഒരു സംശയവുമില്ല. എന്തായാലും സംശയം? BJP-യും RSS-ഉം അല്ലെങ്കിൽ സംഘപരിവാറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, GV ഹരി അടക്കം, അത് BJP-യിലേക്കോ സംഘപരിവാറിലേക്കോ കടിക്കാൻ വരേണ്ട സാർ. പരിപൂർണമായി വിശ്വാസികളുടെ മേഖലയാണ്, വിശ്വാസികളെ അംഗീകരിക്കേണ്ട സ്ഥലമാണ്. വിശ്വാസികൾക്ക് പരിപൂർണമായിട്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ ാക്കേണ്ട സ്ഥലം തന്നെയാണ് ക്ഷേത്രങ്ങൾ. ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടതുപക്ഷം പെടുന്നില്ല. അവർ ആ പരിപൂർണ്ണ വിശ്വാസത്തെ എതിർക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ പ്രോപ്പഗാൻഡയ്ക്ക് ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ എന്നുള്ളത് തന്നെയാണ് BJP അഭിപ്രായം. ശരി, ഓക്കെ.